നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകുകയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക. ഫേസാപ്പ് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും. കുറച്ച് ദിവസങ്ങളായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണിത്. റഷ്യനാണ് ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തത്. ഈ ആപ്പിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുറച്ച് പെർമിഷൻസ് ചോദിക്കുന്നുണ്ട്. അവിടെയാണ് ഒരു പ്രശ്നമാകുന്നത്. നമ്മളിൽ പലരും വായിച്ചു നോക്കാതെയാണ് അതൊക്കെ എഗ്രി ചെയ്യുന്നത്. സത്യത്തിൽ നമ്മുടെ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ അവരോട് ഷെയർ ചെയ്യുന്നത്. പേഴ്സണൽ പ്രൈവറ്റ് കാര്യങ്ങളാണ് അവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ കോണ്ടാക്ട്, ഫോട്ടോസ്, മീഡിയാസ്, ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ ലൊക്കേഷൻ വരെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻഫർമേഷൻസ് ഒരു സെർവറിലേക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. ഇതുവഴി നമുക്ക് സെക്യൂരിറ്റി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഇതൊന്നും നോക്കാതെയാണ് എല്ലാ ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ഫേസ് ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലോഡിംഗ് ആയിട്ട് കാണിക്കുന്നത് കാണാം. നമ്മൾ ആ സമയത്ത് ചിന്തിക്കുന്നത് ഫോട്ടോസ് പ്രോസസ്സിംഗ് ആണ് നടക്കുന്നതെന്നാണ്. സത്യത്തിൽ നടക്കുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് അവരുടെ റഷ്യൻ സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. അവിടെ വെച്ചാണ് അവർ ആർട്ടിഫിഷ്യൽ ഒക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ഫേസിന് ഇത്തരത്തിൽ മോഡിഫിക്കേഷൻ നടത്തി അവർ ഫൈനൽ ഫോട്ടോ നമുക്ക് തരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ സെർവറിൽ ഉണ്ടാകും. അവരുടെ പെർമിഷനിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറയുന്നുണ്ട്, നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ വേണമെങ്കിലും അത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. നമുക്ക് ചോദിക്കുവാനുള്ള അനുവാദമില്ല. കാരണം നമ്മളെല്ലാം എഗ്രി ചെയ്തുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ ഏതൊരു ആപ്പ് യൂസ് ചെയ്താലും വളരെ കെയർഫുള്ളായിട്ട് അത് യൂസ് ചെയ്യുക.